വളരെ മികച്ചൊരു കരിയർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരു പെനാൽറ്റി മിസ്സിന്റെ പേരിലാണ്. ദ മാൻ ഹു ഡൈഡ് സ്റ്റാൻഡിങ്. ഈ ഒരു ഫ്രേസ് കേൾക്കുമ്പോൾ തന്നെ റോബർട്ടോ ബാജിയോയുടെ നിസ്സഹായത മുറ്റി നിൽക്കുന്ന ആ ഒരു നിൽപ്പ് ഓർമ്മ വരും. തൻ്റെ സുന്ദരമായ ഹെയർ സ്റ്റൈൽ കൊണ്ട് ഡിവൈൻ പോണിറ്റൈൽ എന്ന് വിളിപ്പേരുള്ള ബാജിയോ അസാധ്യ സെറ്റ് പീസ് മികവുള്ള ഒരു ഒഫൻസീവ് പ്ലെയർ ആയിരുന്നു. 93 ഫിഫ വേൾഡ് പ്ലെയറും ബാലൻഡ്യൂറും നേടിയ ബാജിയോ തൊട്ടടുത്ത വർഷം 1994 വേൾഡ് കപ്പിൽ ഇറ്റലിയുടെ സ്റ്റാർ പ്ലെയർ ആയിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ മങ്ങിയ തുടക്കത്തിൽ നിന്ന് ബാജിയും ഇറ്റലിയും ടോപ്പ് ഗിയറിൽ നോക്കൌട്ട് കടക്കുന്നു. ബാജിയുടെ മികവിൽ ഫൈനലിൽ എത്തിയ ഇറ്റലിക്ക് എതിരാളികൾ ബ്രസീലായിരുന്നു. പരിക്കിൽ നിന്ന് പൂർണ്ണനായി മുക്തനാവാതെ പെയിൻ കില്ലറും ഒപ്പം ഇഞ്ചക്ഷനുമായി വന്ന 10ാം നമ്പറുകാരൻ ബാജിയോയിൽ ഇറ്റലി പ്രതീക്ഷ വെച്ചു. എങ്കിലും മത്സരം സമനിലയിൽ കലാശിച്ച് പെനാൽറ്റിയിലേക്ക് നീണ്ടുപോകുന്നുണ്ട്. അവസാനത്തേക്ക് സ്കോർ ചെയ്ത് ഇറ്റലിയെ ബ്രസീലിന് ഒപ്പമെത്തിക്കാൻ അവസരം ലഭിച്ചത് ഇതേ ബാജിയോക്ക് തന്നെയായിരുന്നു. നിമിഷങ്ങളുടെ ഇടവേള. പോണിറ്റൈൽ സ്റ്റൈലിൽ കെട്ടിവെച്ച തന്റെ മുടിയുമായി ആ 10ാം നമ്പറുകാരൻ പാഞ്ഞെടുത്തു. ഉദ്യോഗഭരിതമായ സ്റ്റേഡിയം. സമയം നിശ്ചലമാവുന്നു. ബാജിയുടെ ബൂട്ടിൽ നിന്നും പിറന്ന ആ കിക്കിൽ പന്ത് ക്രോസ് ബാറും കടന്ന് ഗാലറിയെ ചുംബിച്ചു. ബ്രസീൽ താരങ്ങളും ആരാധകരും ആഘോഷം തുടങ്ങവേ ഇറ്റലിക്കാരുടെ കണ്ണീരിനിടയിൽ ബാജിയോ പെനാൽറ്റി സ്പോട്ടിൽ തന്നെ നിശ്ചലനായി നിന്നു പോകുന്നുണ്ട്. നിരാശയുടെ അരയിൽ കൈവച്ച് തല താഴ്ത്തി ഏകനായി നിൽക്കുന്ന ബാജിയുടെ ചിത്രം ഇന്നും ദ മാൻ ഹു ഡൈഡ് സ്റ്റാൻഡിങ് എന്ന പേരിൽ കാണാം. ഇറ്റലിക്ക് വേണ്ടിയും സീരിയയിലും മികച്ച റെക്കോർഡുള്ള ബാലൻഡൂർ ജേതാവായ ബാജിയോ എന്ന ഇതിഹാസത്തെ നമ്മളിപ്പോഴും ഓർക്കുന്നത് ആ ഒരു പിഴവിൻ്റെ പേരിലാണ്. ഇതേപ്പറ്റി അദ്ദേഹം തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത് പെനാൽറ്റീസ് ആർ ഓൺലി മിസ്ഡ് ബൈ ദോസ് ഹു ഹാവ് ദ കറേജ് ടു ടേക്ക് ദം എന്നാണ്. എങ്കിലും മികച്ചൊരു കരിയർ ഇന്നും അറിയപ്പെടുന്നത് ആ മിനിറ്റുകളോളം നീണ്ട വേദനയുടെ ഏകാന്തതയുടെ നിൽപ്പിനെ ചൊല്ലിയാണ്.